സുഭാഷിതം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. Moved by the Spirit, he went into the temple courts. When the parents brought in the child Jesus to do for him what the custom of the law required, Simeon took him in his arms and praised God. 22-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ കഴിയും. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ ദേവാലയത്തിൽ വന്നു. ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിലാണ് ഈ അർപ്പണത്തിനുള്ള പ്രമാണം കൊടുത്തിരിക്കുന്നത്. 12:8 വായിക്കുന്നത്, ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. സാമ്പത്തിക ശേഷിയുള്ളവർ യാഗത്തിനായി കൊണ്ടുവരുന്നത് മൃഗങ്ങളെയാകുന്നു. എന്നാൽ ഇവിടെ മറിയയും ജോസഫും കൊണ്ടുവന്നത് പക്ഷികളെ ആയിരുന്നു എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സർവ്വലോകത്തിന്റെയും സ്രഷ്ടാവായ സകലത്തിന്റെയും അധിപതിയായ യേശു കർത്താവ് ജന്മമെടുത്തത് ഒരു നിർധന കുടുംബത്തിലായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനും നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായ ശിമയോൻ എന്ന മനുഷ്യൻ യെരുശലേമിൽ പാർത്തിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തിന് അരുളപ്പാട് കിട്ടിയിരുന്നു. യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ആത്മനിയോഗത്താൽ ദേവാലയത്തിലെത്തി. യേശു കുഞ്ഞിനെ ദൈവത്തിന് അർപ്പിക്കുവാൻ അമ്മയപ്പന്മാർ ദേവാലയത്തിനകത്ത് ചെന്നപ്പോൾ ശിമയോൻ കുഞ്ഞിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. താൻ കയ്യിലേന്തിയ ശിശു മശികയാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തിന് ലഭിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം കേൾക്കുന്നതിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനുമായിരുന്നു ശിമയോൻ. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. വളരെ നാളുകൾ ശിമയോൻ കാത്തിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്കും പലപ്പോഴും നാം ദീർഘനാൾ കാത്തിരിക്കേണ്ടി വരും. ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് എങ്കിലും അതിനായി കാത്തിരിക്കുവാനുള്ള സന്മനസ് പലപ്പോഴും നാം കാണിക്കാറില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, എന്നെ മറന്നു കളഞ്ഞുവോ, എന്തുകൊണ്ടാണ് എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരാത്തത് എന്നിത്യാദി സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. സംശയിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ആ സംശയങ്ങൾ ദൈവവചനത്തിലൂടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവും നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. ആ കാത്തിരിപ്പിന്റെ സന്തോഷം അവസാനം നമുക്ക് പ്രാപിക്കുവാനും കഴിയും. വിശ്വാസത്താലാണ് നീതിമാൻ ജീവിക്കുന്നത്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. മീഖ പ്രവാചകൻ പറയുന്നത്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യെശയ്യാവ് പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. കരുണയുള്ള പിതാവേ, അങ്ങയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ വചനത്തിൽ പ്രത്യാശ വയ്ക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാനുമുള്ള ദൈവകൃപ അടിയങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.